വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂലമായ നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ. അടിയന്തര ധനസഹായത്തിൽ നിന്ന് EMI പിടിച്ച സംഭവത്തിൽ ബാങ്കിലേക്ക് യുവജന സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് ഇന്ന് നടക്കും. ചൂരൽമലയിൽ ഇന്ന് രാവിലെ മുതൽ മഴ പെയ്യുന്നുണ്ട്. വിപിൻ സി വിജയനാണ് ചേരുന്നത് ചൂരൽമലയിൽ നിന്ന് വിവരങ്ങളുമായി. വിപിൻ, അവിടെ വലിയ മഴ ആണോ ഉള്ളത്? മഴ പെയ്യുമ്പോൾ ഉള്ളിൽ ആദ്യമാകും, നമുക്കറിയാലോ. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അത് തിരച്ചിലിനെ തന്നെ ബാധിച്ചിരുന്നു. ഇപ്പോൾ ഈ മൊറട്ടോറിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ അവർ തീർച്ചയായിട്ടും അതെങ്ങനെയാകും ഇതിൽ തീരുമാനം വരിക, ഏത് രീതിയിലാകും ഇനി നമ്മുടെ ജീവിതം മുന്നോട്ട് എന്നുള്ള ആശങ്കയിൽ നിൽക്കുമ്പോൾ ഈ വിവരങ്ങൾ അവരെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? മഴ ഇപ്പോൾ അല്പം ഒന്ന് ശമിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു അരമണിക്കൂറായി നിർത്താതെ പെയ്യുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇവിടെ പ്രതികൂല കാലാവസ്ഥയായി കഴിഞ്ഞാൽ ഈ തിരച്ചിലിനെയൊക്കെ അത് ബാധിക്കും. ചെറിയ രീതിയിലാണെങ്കിൽ പോലും NDRFന്റെയും ഫയർഫോഴ്സിന്റെയും ഓരോ യൂണിറ്റ് ഇവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ തിരച്ചിൽ ഒരു സൂക്ഷ്മ പരിശോധനയാണ്. കാരണം പല വീട്ടുകാരും ഇപ്പോഴാണ് ഈ പ്രദേശത്തേക്ക് തിരിച്ചു വന്ന് അവരുടെ വീടിരുന്ന സ്ഥലത്തെ സംബന്ധിച്ചും അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ, രേഖകൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ തിരയുന്നത്. അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ പൂർണ്ണമായും മണ്ണിന്റെ അടിയിലാണ്. അപ്പോൾ അത് പുറത്തേക്ക് എടുക്കുന്നതിനൊക്കെ സഹായമായി ഈ ഫയർഫോഴ്സിന്റെ സംഘമൊക്കെ കൂടെയുണ്ട്. അപ്പോൾ ഈ മഴ പെയ്യുകയാണെങ്കിൽ ആ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാകും. ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഇങ്ങനെ മഴ നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, പുറമെ നിന്ന് ആളുകൾ വരുന്നതിന്റെ എണ്ണം കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതും പല ഭാഗങ്ങളിൽ കൂടിയാണ് പറയുന്നത്. അത് ഏറ്റവും പ്രധാനമായി നമ്മളിപ്പോൾ ഈ ചൂരൽമലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഈ ഒരു വഴിയിലൂടെയല്ല, പല വഴികളിലൂടെ ഈ സ്ഥലം കാണാൻ വേണ്ടി, ദുരന്തഭൂമി കാണുന്നതിന് വേണ്ടി പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. ഇവർ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടൊന്നും ഒരു കൃത്യതയില്ല. അപ്പോൾ പല ആളുകൾക്കും അത്തരത്തിലുള്ള സംശയമുണ്ട്. അതുകൊണ്ട് പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഇനി മുതൽ ഇവിടെ കർശനമായിട്ടുണ്ടാകും. രാത്രികളിലും ഈ ദുരന്തം നടന്നിട്ടുള്ള മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഒരു നിരീക്ഷണം നടത്താൻ വേണ്ടി വനം വകുപ്പും തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ വനപാലകരുടെ ഒരു സാന്നിധ്യം ആ രാത്രി സമയങ്ങളിൽ കൂടി ഉണ്ടാകും. കാരണം ആരൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ അത്രയും ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യമുള്ളത്. മറ്റൊന്നുള്ളത് ഈ മൊറട്ടോറിയത്തെ സംബന്ധിച്ചാണ്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് മൊറട്ടോറിയത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ വായ്പകളിൽ എന്തൊക്കെ ഇളവ് ഇവർക്ക് നൽകും എന്നതിനെ സംബന്ധിച്ചുമാണ്. ബാങ്ക് സ്ഥല സമിതി യോഗം നടക്കുമ്പോൾ പൂർണ്ണമായും വായ്പകൾ എഴുതി തള്ളണം എന്നുള്ള ആവശ്യമാണ് ഇവിടുത്തുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ജനപ്രതിനിധികളും ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിന് പൂർണ്ണമായും ആ രീതിയിൽ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ ബാങ്ക് സമിതിയുടെ കൺവീനർ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തത്. പിന്നെ എന്തൊക്കെ ഇളവുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അറിയാനുള്ളത്. മറ്റൊന്നുള്ളത്, ഈ ദുരന്തബാധിതർക്ക് അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10,000 രൂപ അനുവദിച്ചിരുന്നു. ഇതിൽ നിന്ന് ഗ്രാമീൺ ബാങ്ക് EMI പിടിച്ചു എന്നുള്ള ഒരു പരാതി ഇന്നലെ വ്യാപകമായി ഉയർന്നു. ഇത് തിരിച്ചു നൽകുമെന്നുള്ളത് പറഞ്ഞു എന്നുണ്ടെങ്കിൽ കൂടി ഇന്ന് ഈ ബാങ്കിന്റെ ശാഖയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഒരു പ്രതിഷേധ മാർച്ച് രാവിലെ തന്നെ നടക്കുന്നുണ്ട്. EMI തിരിച്ചു കൊടുക്കുക എന്ന് മാത്രമല്ല, ഒരു ഇത്ര കാലത്തേക്ക് ഈ ഇങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നു. പക്ഷെ അത് പാലിക്കപ്പെടാത്തൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പരിശോധിക്കണം എന്നുള്ളതുമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യമുള്ളത്. മറ്റൊന്നുള്ളത്, ഈ പറഞ്ഞതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്യാമ്പിൽ 476 പേരാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് 530 ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും പേർ വാടക വീടുകളിലേക്ക് പതിയെ അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവർക്ക് ഉപജീവനം കണ്ടെത്തണം. അതിനൊക്കെയുള്ള സഹായമാണ് ഇനി പ്രധാനമായും ഉണ്ടാവേണ്ടത്. DNA കൂടുതൽ വിവരങ്ങൾ കൂടി ഇന്ന് ചുരൽമലയിൽ നിന്ന് പുറത്തു വരുമെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ക്രിസ്റ്റീന, സ്മിത. വിപിൻ സി വിജയനാണ് ചൂരൽമലയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഈ കൂടുതൽ ആകാംക്ഷയോടുകൂടി കൗതുകത്തോടുകൂടിയൊക്കെ പോകുന്നവർ കൃത്യമായിട്ട് എവിടെയൊക്കെ നിയന്ത്രണങ്ങളുണ്ട്, ആ രീതിയിൽ അതൊക്കെ പാലിച്ച് തന്നെ പോകണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഒരു പക്ഷേ അവർ നല്ല മനസ്സോടുകൂടി പോണതായിരിക്കും. അവിടെയുള്ള ഒരു ഘട്ടത്തിൽ അത്തരത്തിൽ കൂടുതൽ ആളുകൾ അവിടെ ചെല്ലുന്നത് അവർക്ക് അവരുടെ ഒരു സ്വസ്ഥതയ്ക്ക് തടസ്സമാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് എല്ലാം ഒരു ഓർഡറിലായതിനു ശേഷം ആൾക്കാർ ചെല്ലുന്നത്, അതിനാണ് ആ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്.